Hi everyone, welcome back to the learning sessions with English Ladder. English Ladderന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നത് അല്ലേ? നമ്മുടെ വാട്സപ്പിലൂടെയുള്ള ഓൺലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ കുറച്ച് തിരക്കുകളിലായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നമ്മുടെ പല വീഡിയോസിനും വളരെ നല്ല ഫീഡ്ബാക്കും റിവ്യൂസൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അതിൽ തന്നെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമായൊരു സീരീസാണ് ട്രാൻസ്ലേഷൻ സീരീസ്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുക, അതും നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ ഉപകാരപ്രദമായിട്ടുള്ള പല സെൻറ്റൻസസും കൂടി ആകുമ്പോൾ പലർക്കും വളരെയധികം താല്പര്യം തോന്നി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയും ട്രാൻസ്ലേഷൻ സീരീസിലെ ഒന്നാണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ സെൻറ്റൻസസിലേക്ക് കിടക്കാം. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില സെൻറ്റൻസസ് ആണ് നമ്മളിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് അതെന്താണ്. അത് എന്താണ്? സിമ്പിളാണ് കേട്ടോ. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ദാറ്റ്? എന്നാൽ ഇതെന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദിസ്? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് വാട്ട് ഈസ് ദാറ്റ്, അത് എന്താണ്, ദൂരെയുള്ളൊരു സാധനം എന്താണ് എന്ന് നമ്മൾ ചോദിക്കുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ്? ഒന്ന് റിപ്പീറ്റ് ചെയ്തതിൻ്റെ ഒപ്പം വാട്ട് ഈസ് ദാറ്റ്, വാട്ട്സ് ദാറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. നമ്മുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഉറങ്ങിക്കിടക്കുവാണ്. അവനെ ഒന്ന് എണീപ്പിക്കൂ, അല്ലെങ്കിൽ ദയവായി അവനെ ഒന്ന് എണീപ്പിക്കൂ എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഇങ്ങനെയാണ് പറയേണ്ടത്, പ്ലീസ് വേക്ക് ഹിം അപ്പ്. പ്ലീസ് വേക്ക് ഹിം അപ്പ്. നമ്മളെപ്പോഴും പ്ലീസ് ആഡ് ചെയ്യുമ്പം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതായത് കുറച്ചുകൂടി മര്യാദ നമ്മുടെ സെൻറ്റൻസസിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പ്ലീസ് ആഡ് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്യാറുള്ളത്. സോ പ്ലീസ് വേക്ക് ഹിം അപ്പ്, ദയവായി അവനെ എണീപ്പിക്കൂ. സോ ഐ റിപ്പീറ്റ്, പ്ലീസ് വേക്ക് ഹിം അപ്പ്. അപ്പോൾ നിങ്ങൾ ഇത് പറയുമ്പം എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്കിത് റിയലി ഹെൽപ്ഫുൾ ആയിട്ട് മാറുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ സെൻറ്റൻസിലേക്ക് പോകാം. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ അത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെ പറയാം? നിങ്ങളത് പറഞ്ഞു നോക്കിയേ. ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഫെയർ എന്ന് വെച്ചാൽ അത് ന്യായമാണെന്ന്, അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ത് സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു ഡിസഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഫെയർ ഒന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഫെയർ. സ്പീഡിൽ പറയുമ്പം ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഫെയർ, ഇറ്റ് ഡസൻറ്റ് ലുക്ക് ഫെയർ, അത് ന്യായമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ സെൻറ്റൻസ്. ഇനി നമുക്ക് നാലാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. ആരോ വരുന്നുണ്ട്. എങ്ങനെ പറയും? സിമ്പിളാണ് കേട്ടോ, സിമ്പിളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. someone, ആരോ, someone is coming, ആരോ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഡോറിൽ ഇരിക്കുവാണ്, അവിടെ ഒരു നിഴൽ അനക്കം കണ്ടു. അപ്പോൾ നിങ്ങൾ പറയാണ് ആരോ വരുന്നുണ്ട്. എങ്ങനെ പറയും? someone is coming. പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ മീ, someone is coming. ഇനി നമുക്ക് അഞ്ചാമത്തെ സെൻറ്റൻസിലേക്ക് പോവാം. നിനക്ക് പേടിയുണ്ടോ? നിനക്ക് പേടിയുണ്ടോ? നീ എന്നുള്ളതിൻ്റെ വാക്കെന്താ? യു. അപ്പം നിനക്ക് പേടിയുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു അഫ്രെയ്ഡ്? ആർ യു അഫ്രെയ്ഡ്? ഒന്ന് പറഞ്ഞേ. ആർ യു അഫ്രെയ്ഡ്? ആർ യു അഫ്രെയ്ഡ്? നിനക്ക് പേടിയുണ്ടോ? ഞാൻ ഈ റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ കൂടുതൽ തവണ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ നാവിന് ഇംഗ്ലീഷ് വഴങ്ങുക. നിങ്ങൾ കൂടുതൽ തവണ ഇത് കേൾക്കുമ്പോഴാണ് നിങ്ങളുടെ ചെവിക്ക് ഇംഗ്ലീഷ് വഴങ്ങുക. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയും യു ഹവ് ടു ഫൈൻ ട്യൂൺ യുവർ ഇയേഴ്സ് ടു ഇംഗ്ലീഷ്. നിങ്ങളുടെ ചെവിയെ ഇംഗ്ലീഷിനോട് ഒന്ന് ട്യൂൺ ചെയ്ത് വെക്കുക. നിങ്ങളുടെ നാവിന് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ വേണ്ടി ഒന്ന് എക്സസൈസ് ചെയ്ത്, അതായത് വീണ്ടും വീണ്ടും പറഞ്ഞ് ഒന്ന് പോളിഷ്ഡ് ആക്കി വെക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് ഉച്ചരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്നത് കേട്ടോ. അപ്പോൾ മടി കൂടാതെ കേൾക്കുക, റിപ്പീറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. നീ അവിടെ ഉണ്ടാകുമോ? നീ അവിടെ ഉണ്ടാകുമോ? വിൽ യു ബി ദെയർ? ദെയർ എന്ന് വെച്ചാൽ അവിടെ എന്നാണ് കേട്ടോ. എന്നാൽ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെങ്ങനെ പറയും? ഹിയർ. നീ ഇവിടെ ഉണ്ടാകുമോ? വിൽ യു ബി ഹിയർ? നീ അവിടെ ഉണ്ടാകുമോ? വിൽ യു ബി ദെയർ? ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. വിൽ യു ബി ദെയർ? വിൽ യു ബി ദെയർ? കേട്ടല്ലോ? അപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക കേട്ടോ. വിൽ യു ബി ഹിയർ ആവാം, അല്ലെങ്കിൽ വിൽ യു ബി ദെയർ ആവാം. സാഹചര്യം നോക്കിയിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഇറ്റ്സ് ഗോയിങ് ടു ഹെൽപ്പ് യു. അടുത്ത സെൻറ്റൻസ് ആണ്, ഇത് വലിയ ബുദ്ധിമുട്ടില്ല. ഇത് വലിയ ബുദ്ധിമുട്ടില്ല. ഇറ്റ്സ് നോട്ട് ടു ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് ടു ഡിഫിക്കൽട്ട്. ഇത് ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് ടു ഒഴിവാക്കിയിട്ട് പറയാം കേട്ടോ. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. ഇത് വലിയ ബുദ്ധിമുട്ടില്ല എന്നാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു ഡിഫിക്കൽട്ട്. ആ ടു എന്ന് പറയുമ്പം കൂടുതൽ എന്നൊരർത്ഥമാണ് വരുന്നത്. അപ്പം ഇറ്റ്സ് നോട്ട് ടു ഡിഫിക്കൽട്ട്. ഇത്
വലിയ ബുദ്ധിമുട്ടില്ല. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി നമ്മൾ 9ാമത്തെ സെൻറ്റൻസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്നു, നിങ്ങൾ ബില്ല് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഒരു സാധനം എടുക്കാൻ നിങ്ങൾ മറന്നുപോയി. കുട്ടിയോട് പറയുന്നു ഇവിടെ നിൽക്കുക എന്ന് പറയുന്നു. ഇവിടെ നിൽക്കുക, അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? സ്റ്റേ ഹിയർ. സ്റ്റേ ഹിയർ സിമ്പിളാണ്. ഒന്ന് പറഞ്ഞ് സ്റ്റേ ഹിയർ, ഇവിടെ തന്നെ നിൽക്കുക കേട്ടോ. ഞാൻ തിരിച്ചു വരാം എന്നെങ്ങനെ പറയും? ഐ കം ബാക്ക്. ഇതിലുള്ളതല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്റ്റേ ഹിയർ, ഐ കം ബാക്ക്. അപ്പോൾ ഇവിടെ നിൽക്കുമെന്ന് എങ്ങനെ പറയുന്നത്? സ്റ്റേ ഹിയർ. സ്റ്റേ ഹിയർ. അത് ക്ലിയർ ആയില്ലേ? അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. സ്റ്റേ ഹിയർ. അടുത്തത് നമ്മൾ എപ്പോഴും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ. അതെവിടെയാണ് വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും സാധനം മിസ്സിങ് ആയി, കീ മിസ്സായി, അല്ലെങ്കിൽ ഒരു പാത്രം നിങ്ങൾ തപ്പുവാണ്, അതെവിടെയാണ് വെച്ചിരിക്കുന്നത്? വേർ, എവിടെ അല്ലേ? വേർ ഇസ് ഇറ്റ് കെപ്റ്റ്? അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? വേർ ഇസ് ഇറ്റ് കെപ്റ്റ്? ഒന്ന് പറഞ്ഞ് വേർ ഇസ് ഇറ്റ് കെപ്റ്റ്? വേർ ഇസ് ഇറ്റ് കെപ്റ്റ്? അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സാധനം കാണാനുണ്ടെങ്കിൽ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ചോദിക്കണമെങ്കിൽ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വേർ ഇസ് ഇറ്റ് കെപ്റ്റ്? അടുത്തത്, നിങ്ങൾ വീട്ടിലിരുന്ന് മടുത്തു, ഒന്ന് പുറത്തേക്ക് നടക്കാൻ പോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് നിങ്ങളുടെ കൂടെയുള്ള ആളോട് പറയണം. എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്. ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്. വളരെ മര്യാദയോടുകൂടിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഐ ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക് എന്ന് പറയാം. പക്ഷേ ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക് എന്ന് വെച്ചാൽ എനിക്ക് നടക്കാൻ പോകാൻ താല്പര്യമുണ്ട്, എനിക്കൊന്ന് നടക്കാൻ പോകാൻ താല്പര്യമുണ്ട്. കുറച്ചുകൂടെ മര്യാദ അതിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്. എങ്ങനെ പറയും? ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്. ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഐ വുഡ് ലൈക്ക് ടു ഗോ ഫോർ എ വാക്ക്. നിങ്ങൾ വീട്ടിലൊക്കെ മക്കളുടെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, സൂക്ഷിക്കണം കേട്ടോ, ബി കെയർഫുൾ അല്ലെ? നിങ്ങൾ നോർമലി ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണ് ബി കെയർഫുൾ. എന്നാൽ അതുപോലെ തന്നെ ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ നമുക്കുണ്ട്. അതാണ് വാച്ച് ഔട്ട് എന്ന് വെച്ചാൽ ബി കെയർഫുൾ, സൂക്ഷിക്കണേ. നിങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന കുട്ടിയോട് പറഞ്ഞു സൂക്ഷിക്കണേ, വാച്ച് ഔട്ട് എന്ന് വെച്ചാൽ ബി കെയർഫുൾ എന്നാണ് അർത്ഥം. അപ്പം സൂക്ഷിക്കൂ എന്നുള്ളതിന് നിങ്ങൾക്ക് പറയാം വാച്ച് ഔട്ട് അല്ലെങ്കിൽ ബി കെയർഫുൾ എന്നും പറയാം. ക്ലിയർ ആണല്ലോ? വാച്ച് ഔട്ട് അല്ലെങ്കിൽ ബി കെയർഫുൾ. ഓൾറൈറ്റ്, നമുക്ക് അടുത്ത സെൻറ്റൻസിലേക്ക് പോവാം. നിങ്ങൾ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോകുന്നു. അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. നിങ്ങൾക്ക് എന്തോ ഒരു പരിചയമുള്ള പോലെ തോന്നി. നിങ്ങൾ ചെന്ന് ചോദിക്കുകയാണ് അതാരായിരുന്നു? എങ്ങനെ ചോദിക്കും? അത് ഓക്കെ, അത് ആരായിരുന്നു എന്നാണ് ചോദിക്കേണ്ടത്. എങ്ങനെയാണ്? ഹൂ വാസ് ദാറ്റ്? അത് ആരായിരുന്നു. എന്നാൽ ഇതാരാണെന്ന് എങ്ങനെ ചോദിക്കും? ഹൂ ഇസ് ദിസ്? ഇതാരാണ്. നമുക്ക് എന്താ ചോദിക്കേണ്ടത്? അതാരായിരുന്നു. ഹൂ വാസ് ദാറ്റ്? ഓക്കെ, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തേ. ഹൂ വാസ് ദാറ്റ്? ഹൂ വാസ് ദാറ്റ്? അത് ആരായിരുന്നു. ക്ലിയർ ആണല്ലോ? പ്രാക്ടീസ് ചെയ്യാം കേട്ടോ, മറക്കല്ല്. ഹൂ വാസ് ദാറ്റ്. വീണ്ടും ഒരു സിറ്റുവേഷൻ. വീട്ടിൽ ഒരു കുട്ടി ഇരുന്ന് കരയുന്നു. നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോളാവാം. അപ്പോൾ നിങ്ങൾ ചെന്ന് ചോദിക്കുക എന്തിനാ കരയുന്നേ? എങ്ങനെ ചോദിക്കും? വൈ ആർ യു ക്രൈങ്? വൈ ആർ യു ക്രൈങ്? വൈ ആർ യു ക്രൈങ്? വൈ ആർ യു ക്രൈങ്? നീ എന്തിനാണ് കരയുന്നത്? ക്ലിയർ ആണോ? വൈ ആർ യു ക്രൈങ്? റിപ്പീറ്റ് ചെയ്തോളൂ. വൈ ആർ യു ക്രൈങ്? അത് എല്ലാവർക്കും അറിയാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് തോന്നുന്നു അല്ലേ? അത് എല്ലാവർക്കും അറിയാം. എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? എവ്രി വൺ നോസ് ഇറ്റ്. അത് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം എന്ന് നമുക്ക് എങ്ങനെ പറയാം? എവ്രി വൺ നോസ് അബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച്. അബൌട്ട് എന്ന് പറഞ്ഞ വാക്ക് വന്നപ്പോൾ അതിനെക്കുറിച്ചെന്നായി. ബട്ട് എവ്രി വൺ നോസ് ഇറ്റ് എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും അറിയാം. ഒന്നുകൂടെ പറഞ്ഞേ. എവ്രി വൺ നോസ് ഇറ്റ്. എവ്രി വൺ നോസ് ഇറ്റ്. അത് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് കേട്ടോ. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വാഷ്റൂമിലേക്ക് എങ്ങനെ പോവുക? നിങ്ങൾക്ക് പറയാം ദാറ്റ് വേ പ്ലീസ്, അല്ലെങ്കിൽ ദാറ്റ് വേ, അല്ലെങ്കിൽ ദിസ് വേ. ദിസ് വേ എന്ന് വെച്ചാൽ ഇതുവഴി, ദാറ്റ് വേ എന്ന് വെച്ചാൽ അതുവഴി. മനസ്സിലായല്ലോ? സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരാളെ പെട്ടെന്ന് ഒന്ന് ഗൈഡ് ചെയ്ത് വിടാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ദിസ് വേ അല്ലെങ്കിൽ ദാറ്റ് വേ. വാഷ്റൂം എന്നല്ല, ഏത് സ്ഥലത്തും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ആരെങ്കിലും നിങ്ങളോട് ഡിറക്ഷൻ ചോദിച്ചാൽ വളരെ പൊളൈറ്റ് ആയിട്ടുള്ള വളരെ മര്യാദയുള്ളൊരു എക്സ്പ്രഷനാണ് ദിസ് വേ അല്ലെങ്കിൽ ദാറ്റ് വേ. ക്ലിയർ ആണല്ലോ? ഇതുവഴി അല്ലെങ്കിൽ അതുവഴി. ഇതുവഴി പോയിക്കോളൂ അല്ലെങ്കിൽ അതുവഴി പോയിക്കോളൂ എന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു സിറ്റുവേഷൻ ഇതാണ്. അവൾ എപ്പോഴാണ് എത്തുന്നത്? അവൾ എപ്പോഴാണ് എത്തുന്നത്? എങ്ങനെ ചോദിക്കാം? വെൻ ഡസ് ഷി അറൈവ്? വെൻ ഡസ് ഷി അറൈവ്? സിമിലർ ആയിട്ടുള്ള വേറൊരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ. അവൾ എപ്പോൾ എത്തും? വെൻ വിൽ ഷി അറൈവ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? അവൾ എപ്പോഴാണ് എത്തുന്നത്?
When does she arrive? When does she arrive? ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. When does she arrive? When does she arrive? നിങ്ങൾ സംസാരിച്ച് പോകുമ്പം ആദ്യമൊക്കെ സ്ലോയിൽ സംസാരിച്ചാൽ പിന്നെ കുറച്ച് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാം. കാരണം നിങ്ങൾ ഹോളിവുഡ് മൂവീസൊക്കെ കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചാണ് അവർ കുറച്ച് ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത്. കാരണം അവർക്ക് നല്ല വൊക്കാബുലറി ഉണ്ട്, നല്ല യൂസേജസ് ഉണ്ട്, ഫ്രേസസ് ഉണ്ട്, അവർക്ക് ലാംഗ്വേജിനുള്ള എക്സ്പോഷർ ഉണ്ട്. ഇതൊക്കെ ഒന്നിച്ച് വരുമ്പോഴാണ് കുറച്ച് സ്പീഡിൽ സംസാരിക്കാൻ പറ്റുന്നത്. എന്നാൽ സ്പീഡ് എന്ന് വെച്ചാൽ അതല്ല ലാംഗ്വേജ്. ഓക്കെ, ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ലാംഗ്വേജ്. പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങൾ നേറ്റീവ് സ്പീക്കേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ ലെവലിനൊപ്പം നിങ്ങൾക്കൊന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞോളൂ, നിങ്ങൾക്ക് അക്യുറേറ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. സോ അത് മനസ്സിൽ വെക്കുക, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. വീണ്ടും ഒരു സിമ്പിൾ സിറ്റുവേഷൻ. നിങ്ങളൊരു ഷോപ്പിൽ ചെല്ലുന്നു, നിങ്ങളൊരു ബുക്ക് വാങ്ങാൻ പോയതാണ്. ബുക്കിൻ്റെ വില നോക്കിയപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഭയങ്കര വിലയാണെന്ന്. അപ്പോൾ നിങ്ങൾ സുഹൃത്തിനോട് പറയുന്നു, ദീസ് ബുക്സ് ആർ എക്സ്പെൻസീവ്. ഈ ബുക്ക് വില കൂടിയതാണ്. മലയാളം എന്താണ്? ഈ ബുക്കുകൾ വില കൂടിയതാണ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദീസ് ബുക്സ് ആർ എക്സ്പെൻസീവ്. ഈ ബുക്സിന് ഭയങ്കര വിലയാണെന്ന് എങ്ങനെ പറയും? ദീസ് ബുക്സ് ആർ വെരി എക്സ്പെൻസീവ്. കണ്ടോ, വെരി എന്ന് പറയുന്ന വാക്ക് വന്നപ്പം കൂടുതൽ, ഭയങ്കര വില എന്നൊക്കെ പറയുന്ന ഒരു കൊളോക്കിയൽ എക്സ്പ്രഷനാണ് കേട്ടോ. വലിയ വിലയാണ്, വലിയ വില കൂടുതലാണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് ഈക്വലൻ്റ് ആണ് വെരി എക്സ്പെൻസീവ്. സിമ്പിളായിട്ട് പറയാം, ദീസ് ബുക്സ് ആർ എക്സ്പെൻസീവ്. ഈ ബുക്കിന് നല്ല വിലയാണ്. ദീസ് ബുക്സ് ആർ എക്സ്പെൻസീവ്. ഈ ബുക്കുകൾക്ക് വില കൂടുതലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ റിപ്പീറ്റ്, ദീസ് ബുക്സ് ആർ എക്സ്പെൻസീവ്. അടുത്ത സെൻറ്റൻസ് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ സുഹൃത്തിനോട് രഹസ്യം പറഞ്ഞു. അവരോട് പറയാണ്, ഇതാരോടും പറയില്ല കേട്ടോ, ഇതാരോടും വെളിപ്പെടുത്തരുത്. അല്ലെ, മലയാളത്തിലുള്ള ഒരു എക്സ്പ്രഷനാണ്, ഇതാരോടും വെളിപ്പെടുത്തരുത്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? പ്ലീസ് ഡോണ്ട് ഡിസ്ക്ലോസ്. പ്ലീസ് ഡോണ്ട് ഡിസ്ക്ലോസ്. നിങ്ങൾ ഇതാരോടും വെളിപ്പെടുത്തരുത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പറഞ്ഞ്, പ്ലീസ് ഡോണ്ട് ഡിസ്ക്ലോസ്. പ്ലീസ് ഡോണ്ട് ഡിസ്ക്ലോസ്. ക്ലിയർ ആണല്ലോ? പ്ലീസ് ഡോണ്ട് ഡിസ്ക്ലോസ്. നൗ വി മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് സെൻറ്റൻസ് ഓഫ് ദി ഡേ. അത് പോരാ. അത് പോരാ. എങ്ങനെ പറയും? ദാറ്റ്സ് നോട്ട് enough. That's not enough. വീണ്ടും ഞാൻ പറയുന്നു, ഇത് പോരാ എന്നെങ്ങനെ പറയും? This is not enough. നമ്മൾ പറഞ്ഞ സെൻറ്റൻസ് എന്തായിരുന്നു? അത് പോരാ. That's not enough. I repeat, that's not enough. ഒന്ന് പറഞ്ഞ്, that's not enough. അത് പോരാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 20 സെൻറ്റൻസസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ക്വസ്റ്റ്യൻസും അടങ്ങിയ 20 സെൻറ്റൻസസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അതുപോലെ ഇങ്ങനെയുള്ള കൂടുതൽ സെൻറ്റൻസസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് ഇതിന് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ പരിചയക്കാരോടൊക്കെ പറയുക. ലെറ്റ് ദം ഓൾസോ ജോയിൻ us ഇൻ ദിസ് ജേർണി ടുവേർഡ്സ് ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. വിഷ് യു ഓൾ എ ഗുഡ് ഡേ.